എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളും അതേപോലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വാഹനത്തിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ വാഹനത്തിൽ കയറിയതിന് ശേഷം ഇത്തരത്തിൽ കൈയും തലയും ഒന്നും പുറത്തിടുകയോ ടാറ്റ കൊടുക്കുകയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ടാറ്റ കൊടുക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ ഇത്തരത്തിൽ കൈയോ തലയൊക്കെ പുറത്തിടുന്നത് ഡ്രൈവർ കാണില്ല. ഏതെങ്കിലും വാഹനം വരുമ്പോൾ സൈഡ് കൊടുക്കും. സൈഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും മരമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യോ കാലൊക്കെ അതിൽ തട്ടി നിങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും കൈയും തലയും കാലും ഒന്നും പുറത്തേക്ക് ഇടാതെ അതിൽ തന്നെ വാഹനത്തിൽ തന്നെ ഒതുങ്ങി ഇരിക്കുക. അതേപോലെ വാഹനം ഇറങ്ങിയതും നിങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് കടക്കാതിരിക്കുക. ഇത്തരത്തിൽ ഓടി കടക്കാതിരിക്കുക. നിങ്ങൾ ഇറങ്ങിയ വാഹനം പോയതിന് ശേഷം രണ്ടു സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം റോഡ് മുറിച്ച് കടക്കുക. അത് സ്കൂളിലേക്ക് പോകുമ്പോഴാണെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടാണെങ്കിലും നിങ്ങൾ വാഹനത്തിൽ നിന്നും ഇറങ്ങിയതും വേഗം ഓടി കടന്നുകൊണ്ട് എൻ്റെ അമ്മ ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, അത് വേഗം പോയി കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിങ്ങൾ ഓടിക്കടക്കരുത്. കാരണം ചായയും പലഹാരവും ഒന്നും എവിടെയും പോകില്ല, നിങ്ങൾക്കുള്ളതെല്ലാം അവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ റോഡ് മുറിച്ച് കടന്നു പോകുക. കാരണം നിങ്ങൾ ഈ ആഗ്രഹത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്ക് ആ സമയത്ത് കഴിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ 5 മിനിറ്റ് വൈകിയാലും സമാധാനത്തോടെ റോഡ് മുറിച്ച് കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചായയും പലഹാരവും ഒക്കെ കഴിച്ച് അമ്മയോടൊപ്പവും അച്ഛനോടൊപ്പം ഒക്കെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുവാനായിട്ട് സാധിക്കും. അതിനാൽ ഇത്തരത്തിലുള്ള അപകടങ്ങളെല്ലാം ഓരോ കുട്ടികളും ശ്രദ്ധിച്ചുകൊണ്ട് ഒഴിവാക്കുക. കാൽനട യാത്രക്കാരായി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ റോഡിന്റെ സൈഡിലൂടെ ഇത്തരത്തിൽ നടന്നു പോകുക. ഒരു കാരണവശാലും റോഡ് നിറഞ്ഞുകൊണ്ട് ഇതേപോലെ നടന്നു പോകാതിരിക്കുക. ഇങ്ങനെ റോഡ് നടന്നു പോകുമ്പോൾ വരുന്ന വാഹനങ്ങൾക്ക് പോകാനുള്ള വഴിയില്ലാത്തതിനാൽ അവർ കയറി പോകുന്ന സമയത്ത് നിങ്ങളുടെ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ തട്ടിയാലും അപകടങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഒരു കാരണവശാലും റോഡ് നിറഞ്ഞ് ഇത്തരത്തിൽ നടന്നു പോകാതെ സൈഡിലൂടെ ഇതേപോലെ നടന്നു പോകുക. പോകുന്ന വഴിയിൽ പാലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പാലത്തിന്റെ കൈപ്പിടിയുടെ താഴെ കാണുന്ന ഗ്യാപ്പിലൂടെ നിങ്ങൾ കയ്യോ കാലോ ഒന്നും പുറത്തേക്ക് ഇടാതിരിക്കുക. അങ്ങനെ പുറത്തേക്ക് ഇടുമ്പോഴും നിങ്ങളുടെ ബാലൻസ് തെറ്റി അപ്പുറത്തേക്ക് പോയി വീണ് കഴിഞ്ഞാൽ അപകടങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം ഒഴിവാക്കുവാനായി നിങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ മഴയൊക്കെ പെയ്ത് റോട്ടിലൊക്കെ വെള്ളങ്ങൾ കെട്ടി നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അതിൽ കളിക്കാൻ നിൽക്കരുത്. പല ഭാഗത്തു നിന്നും വന്ന് കെട്ടി നിൽക്കുന്ന വെള്ളമായതിനാൽ അതിൽ പലതരത്തിലുള്ള അണുക്കളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിൽ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൂടെയും കാലിലൂടെയും ഒക്കെ ആ അണുക്കൾ കയറി പലതരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് വരുവാനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം ഒഴിവാക്കുവാനായി ഇത്തരത്തിലുള്ള വെള്ളത്തിലൊന്നും കളിക്കാതെ ഇരിക്കുക. പിന്നെ സ്കൂളിലേക്ക് പോയിട്ട് വരുന്ന സമയത്തും പോകുന്ന സമയത്തും മഴയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കുട ചൂടിയിട്ട് തന്നെ പോകുക. കാരണം കുടയെല്ലാം വീശിക്കളിച്ച് മഴയൊക്കെ നനഞ്ഞ് സ്കൂളിലേക്ക് പോയിട്ട് വരുമ്പോൾ ജലദോഷവും പനിയും എല്ലാം വരുവാനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം ഒഴിവാക്കുവാനായി നിങ്ങൾ കുട ചൂടിയിട്ട് തന്നെ സ്കൂളിലേക്ക് പോകുക. കുടയെല്ലാം വീശിക്കളിച്ച് അതിനെയൊക്കെ കേടി വരുത്തി വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും നിന്നും വഴക്കു കേൾക്കും. നിങ്ങൾ മഴ നനയാതെ നല്ല രീതിയിൽ സ്കൂളിലേക്ക് പോകുവാനാണ് കുട മേടിച്ചു തന്നത്, അല്ലാതെ നിങ്ങൾ വീശിക്കളിച്ച് കേടുവരുത്തി വീട്ടിലേക്ക് വരുവാനല്ല. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കുട്ടികളും വളരെ ശ്രദ്ധയോടെ സ്കൂളിലേക്ക് പോയി വരിക. യാതൊരു ആപത്തുകളും വരുത്താതെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുവാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.